റിവീലിംഗ് ജീസസ്. ഇന്ന് നമ്മുടെ കൂടെ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി. നമുക്ക് ഒരുമിച്ച് കുറച്ച് നേരം സംസാരിക്കാനായിട്ട് ഈ സമയം എടുക്കും. പിന്നീട് ഞാൻ അരുണാചൽ പ്രദേശിൽ 1997 ഞാൻ എത്തിച്ചേരുമ്പോൾ അവിടെ ചെന്ന് പിന്നെ ഉണർവുണ്ടായി. 2000 ഉണർവുണ്ടായിരുന്നു. ഉണർവുണ്ടായപ്പോൾ അവിടെയുള്ളവരിൽ അഭിഷേകം പ്രാപിച്ചു. ലോങ് സ്റ്റോറി ചുരുക്കി പറയുമ്പോൾ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ആരംഭത്തിൽ അന്യഭാഷ പറയുമ്പോൾ ചിലപ്പോൾ 1-2 വാക്കുകളെ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ ദഗ ദഗ എന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു വാക്കേ നിങ്ങൾ പറഞ്ഞുള്ളൂ എങ്കിൽ പോലും സാരമില്ല, അതിൽ നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ കർത്താവ് ധാരാളമായിട്ട് നിങ്ങൾക്ക് അന്യഭാഷ തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വാക്ക് അവർ ശ്രദ്ധിച്ചിട്ടൊരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, ഇത് ഞങ്ങളുടെ വില്ലേജിൽ ദഗ ദഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്ഡ് ഫുഡ്, ഇലയ്ക്കകത്ത് ഉള്ള പൊതിച്ചോറിനാണ് ദഗ എന്ന് പറയുന്നത്. അങ്ങനെ എങ്കിൽ 1997 ഞാൻ അരുണാചൽ പ്രദേശിൽ എത്തുന്നത്. അഭിഷേകം പ്രാപിക്കുന്നത് 1992. 5 വർഷം മുമ്പ് ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പോൾ ഞാൻ സംസാരിച്ച ഭാഷ ഏതാണ്? നിഷി ഭാഷയാണ്. നിഷി ഭാഷ അരുണാചൽ പ്രദേശിലെ നിഷി ഭാഷയിലാണ്. അവരുടെ നിഷി ഭാഷയിലെ വില്ലേജിൽ പറയുന്ന വാക്കാണ് ദഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിച്ചോറിനാണ്. ഇലയ്ക്കകത്ത് പൊതിഞ്ഞ് അവർ ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകുമായിരുന്നു. അതിനാണ് അവർ ദഗ ദഗ എന്ന് പറഞ്ഞത്. അത് ഞാൻ 5 വർഷം മുന്നേ പൂനെയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ദഗ ദഗ എന്ന് പറയുമ്പോൾ അതിൻ്റെ മിഷൻ ടങ്സ് ആണ്. കാരണം പരിശുദ്ധാത്മ പറയുന്നത്, മോനെ പിന്നെ നീ ഒരു ദിവസം ഈ ഭാഷ സംസാരിക്കുന്നവരുടെ നടുവിൽ സാക്ഷിയാകാൻ പോകുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളോടും ഈ ദൂത് ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിലും നമ്മൾ പറയുന്ന അന്യഭാഷയുടെ റൂട്ട് വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. അതൊരു കെയ്റോസ് ആണെന്ന് മറക്കല്ല. ആമേൻ. ആ സമയത്ത് നിങ്ങൾ പോകാനൂടെ തയ്യാറാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഭാഷ നിഷി ഭാഷയായിരുന്നു. അത് എന്നെ അരുണാചൽ പ്രദേശിൽ എത്തിച്ച് അങ്ങനെ അരുണാചലിന്റെ അപ്പോസ്തലനായി. ഇവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദർ സ്നാനപ്പെട്ടതിന് ശേഷം ഇത് അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആ പ്രകൃതം എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൽ അന്ന് വെളിപ്പെട്ട 17-ാം വയസ്സിൽ വെളിപ്പെട്ട ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സൈമൺ സാറിൻ്റെ കൂടെ അന്നായിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മാറ്റമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങളോട് ചേർന്ന് നടക്കുവാൻ വേണ്ടി എൻ്റെ ഗ്രാൻഡ് ഫാദർ തയ്യാറായി. അതൊരു ജനറേഷണൽ ബ്ലെസ്സിങ് ആണ്. മർത്തോമയിലായിരിക്കുമ്പോൾ തന്നെ അന്നത്തെ മർത്തോമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉണർവാണ്. അന്ന് മാരാവൺ കൺവെൻഷനൊക്കെ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. ഭയങ്കര മാനസാന്തര പ്രസംഗം ഉള്ള, മാനസാന്തരം ജനത്തിലേക്ക് എത്തിക്കുന്ന ഒരു സഭയായിരുന്നു മർത്തോമ സഭ. അവിടെ നിന്ന് വേർപാട് ഉപദേശങ്ങളിലേക്ക് മാറുവാൻ കാണിച്ച ആ ധൈര്യം. ഇനി സൈമൺ സാറിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ കുക്കു സാഹിബ് വരുന്നു എന്ന് കേട്ടപ്പോൾ അവിടെ പോകണമെന്നുള്ള ആഗ്രഹം. അതാ മാറ്റങ്ങൾ, പരിശുദ്ധാത്മാവ് ചലിക്കുന്നതിനോട് ചേർന്ന് ചലിക്കുവാൻ വേണ്ടിയുള്ള ഒരാഗ്രഹത്തെയാണ് വെളിപ്പെടുത്തുന്നത്. വളരെ അത്ഭുതകരം. ആറാട്ടുപുഴ മണപ്പുറത്ത് കുക്കു സാഹിബിൻ്റെ 1ാമത്തെ കൺവെൻഷനിൽ പോയിട്ട് എൻ്റെ പിതാവ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ മുത്തച്ഛൻ, എൻ്റെ വലിയപ്പച്ചൻ കടന്നുപോയി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷമാണ് പെന്റക്കോസ്റ്റൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി തീർന്നത്. കുക്കു സാഹിബിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും അങ്ങനെ ചർച്ച് ഓഫ് ഗോഡിൽ ഒരു പാസ്റ്ററാകുകയും ഡിസ്ട്രിക്ട് പാസ്റ്ററാകുകയും ഒക്കെ ചെയ്ത് തന്നെ വാർദ്ധക്യത്തിലെത്തി. ഇത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വാർദ്ധക്യത്തിലെത്തിയപ്പോഴും സഭാരാഷ്ട്രീയത്തിലോ നേതൃത്വത്തിലോ ഒന്നും പോകാതെ അന്ന് ഉണർവിന് വേണ്ടി നിൽക്കുന്ന ഒരാളായിരുന്നു എൻ്റെ പിതാവ് MK വർഗീസ്. ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ഗ്രാൻഡ് ഫാദറിന്, എൻ്റെ വലിയപ്പച്ചനെ അന്ന് ബൈൻഡർ ഗീവർച്ചൻ എന്നാണ് അറിയപ്പെടുന്നത്. ബൈൻഡർ ഗീവർച്ചന് അന്നത്തെ നേതൃത്വങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. ഉണ്ണൂണി സാറിന് വേണ്ടി ഏറ്റുപദേശിയായിരുന്നു. അന്ന് ചില കാര്യങ്ങൾ കേട്ടുകൊള്ളുക. അന്നത്തെ ഈ ജന്മദിനം എന്ന് പറയുന്നത്, നമുക്കിപ്പം ജന്മദിനം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച ദിവസം മുതലല്ലേ ജന്മദിനം നമ്മൾ കണക്കാക്കുന്നത്. അന്നത്തെ ദേവദാസന്മാരുടെ ജന്മദിനം എന്ന് പറയുന്നത് അവരുടെ സ്പിരിച്വൽ ബർത്ത്ഡേ ആണ്.
രക്ഷിക്കപ്പെട്ട ദിവസം എന്നാണ്. അതാണ് അവരുടെ ബർത്ത്ഡേ, അതാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതെ അതെ. അങ്ങനെ ഉണ്ണുണ്ണി സാറ് 50ാമത്തെ സ്പിരിച്വൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അനേകം ദൈവദാസന്മാരെ ക്ഷണിക്കുകയുണ്ടായി. അതിൽ പ്രായമുള്ള എൻ്റെ വല്യപ്പച്ചനെയും ഉണ്ണുണ്ണി സാറപ്പച്ചൻ്റെ ബർത്ത്ഡേക്ക് 50th സ്പിരിച്വൽ ബർത്ത്ഡേക്ക് ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് കീക്കുഴൂർ ഉൾപ്രദേശത്താണ്. അവിടെ കാർ വരുന്നത് തൊട്ടപ്പുറത്തുള്ള ഒരു റോഡിലായിരുന്നു. ഇത് ഞങ്ങൾ വയലിലൂടെ നടന്നു പോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ പിതാവ് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ MK വർഗീസിനെ സ്വീകരിക്കുവാൻ വേണ്ടി കുമ്പനാട്ട് നിന്ന്, അന്ന് കാറ് ആർക്കും ഇല്ല, 1-2 കാറുകളൊക്കെ ഉള്ളൂ, എന്നാൽ കുമ്പനാട്ട് അന്ന് കാറുണ്ടായിരുന്നു, കാർ അയക്കുകയുണ്ടായി. കാർ അയച്ചു. വലിയപ്പച്ചൻ അന്ന് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, നല്ല വൈറ്റ് ധരിച്ച് വയലിലൂടെ നടന്ന് അക്കരെ പോയി കാറിൽ കയറി കുമ്പനാട്ട് പോയി ഉണ്ണുണ്ണി സാറപ്പച്ചൻ്റെ 50th സ്പിരിച്വൽ ബർത്ത്ഡേയിൽ പങ്കെടുത്ത സംഭവം വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു സംഭവം, എൻ്റെ ഗ്രാൻഡ് ഫാദർ ആ പ്രായത്തിൽ 73 വയസ്സൊക്കെ ഉള്ള സമയത്ത്, 78 വയസ്സുള്ളപ്പോഴാണ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. 73 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഓറൽ റോബർട്ട്സ് തിരുവനന്തപുരത്ത് വരുന്നത്. തിരുവനന്തപുരത്ത് ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിക്കുകയുണ്ടായി. ആ പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ വേണ്ടി അനേകരെ അവർ ക്ഷണിച്ചു, അതിൻ്റെ സംഘാടകർ ക്ഷണിച്ചു. അതിൽ എൻ്റെ വല്യപ്പച്ചനും ക്ഷണം കിട്ടി. 73 വയസ്സുള്ള എൻ്റെ വല്യപ്പച്ചനും ഓറൽ റോബർട്ട്സിൻ്റെ പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ, ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്ന പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ വേണ്ടി ക്ഷണം ലഭിക്കുകയുണ്ടായി. അങ്ങനെ വല്യപ്പച്ചൻ പോയി അവിടെ പോയി ലോഡ്ജ് എടുത്ത് താമസിച്ചു 3 ദിവസം. അന്നത്തെ സമയത്ത് ഒരഭിഷക്തൻ വന്നിരിക്കുന്നു. ആ അഭിഷക്തൻ ഉണർവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ്. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി വരുമോ എന്ന് സംഘാടകർ ചോദിക്കുമ്പോൾ ഞാൻ വരും, ഞാൻ അവിടെ വന്ന് താമസിക്കും എന്നുള്ള ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പ്രവർത്തികളോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭയങ്കരമാകുന്ന ആഗ്രഹമാണ് അതിൽ കാണുന്നത്. 73ാമത്തെ വയസ്സിലൊക്കെ ആരെങ്കിലും പോകും? ഇല്ല. അവിടെ ചെന്ന് ലോഡ്ജ് എടുത്ത് താമസിച്ചിട്ട് അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഓഡിറ്റോറിയമുണ്ട്, കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ചാണ്. അന്നത്തെ സമയത്ത് അത് ലഭിക്കുമായിരുന്നു. കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ചാണ് ഈ പാസ്റ്റേഴ്സ് കോൺഫറൻസ് നടക്കുന്നത്. അതിൻ്റെ മുൻഭാഗത്തിരിക്കുവാൻ വേണ്ടി പ്രായമുള്ളത് കൊണ്ട് മുൻഭാഗത്തിരിക്കുവാൻ വേണ്ടി അപ്പച്ചന് അവസരം ലഭിച്ചു. അനുഭവങ്ങൾ ഞങ്ങൾക്കറിയാൻ കഴിയുന്നത് ഓറൽ റോബോട്ട്സ് പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ ചാടി എഴുന്നേറ്റ് റിസീവ് ചെയ്യുന്നു. 73 വയസ്സുള്ള വ്യക്തി ഇനിയിപ്പോൾ എന്തോ റിസീവ് ചെയ്യാനാണ്. ആ 3 ദിവസം അവിടെ ഫയറായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ MK വർഗീസ്. അനേകരുടെ മേൽ ആത്മപകർച്ച സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ MK വർഗീസിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ജനറേഷണൽ ബ്ലെസ്സിങ് പാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ആ പാസ് ഓൺ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാറ്റം കാണുമ്പോൾ പരിശുദ്ധാത്മ പ്രവർത്തികൾ പല സ്ഥലങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. അവിടെ ചില മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാകേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ഞാനതിന് തയ്യാറായി. ഞാനായിരുന്നത് ഒരു ദീർഘവർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പെൻറ്റക്കോസ്റ്റൽ ചർച്ചിലായിരുന്നു. ആ ചർച്ചുമായിട്ട് തന്നെയാണ് എനിക്കിപ്പോഴും മെമ്പർഷിപ്പ് ബന്ധമുള്ളത്. എന്നാൽ അതോടൊന്നിച്ച് തന്നെ എൻ്റെ പ്രവർത്തന മേഖല വിശാലമായി. ഉണർവുകൾ സംഭവിക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മാവെന്നെ കൊണ്ടെത്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കൃത്യമാകുന്ന ബോധ്യമാണ്, ഈ രാഷ്ട്രീയത്തിലോ നേതാവാകാനോ ഒന്നുമല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, റിവൈവലിന് വേണ്ടിയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ MK വർഗീസ് 73 വയസ്സുള്ളപ്പോൾ റിസപ്റ്റീവായിട്ട് കർത്താവിൽ നിന്ന് സ്വീകരിച്ചു. പാസ്റ്റർ ഓറൽ റോബോട്ട്സ് അവരുകളെ ഉപയോഗിക്കുമ്പോൾ സ്വീകരിച്ചുവെങ്കിൽ ഞാനും ആഗ്രഹിക്കുന്നത് 83-ലും 93-ലും ഒക്കെ അതേപോലെ ഉണർവ് നടക്കുന്ന സമയത്ത് ആ ഉണർവിൻ്റെ ഭാഗമാകണം, മുൻനിരയിൽ എനിക്കും ഇരിക്കണം. നിങ്ങളുടെ വിളയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിനെന്ന് പറഞ്ഞൊരു ഭാഗമായി ഇപ്പം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ദാസനെ ഞാൻ ചോദിച്ചോട്ടെ, കർത്താവിൻ്റെ ദാസൻ ഒരു സഭാ ശുശ്രൂഷയ്ക്ക് അപ്പുറത്തേക്ക്, ഞാൻ കേട്ടിടത്തോളം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റേഴ്സിൻ്റെ പാസ്റ്ററായിട്ട് ദൈവം കർത്താവിൻ്റെ ദാസനെ ഉപയോഗിച്ചു. ഒരു സഭാ ശുശ്രൂഷയ്ക്ക് അപ്പുറത്തേക്കാണ് കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷ എന്ന് എങ്ങനെയാണ് കർത്താവിൻ്റെ ദാസൻ തിരിച്ചറിഞ്ഞത്? അത് വ്യക്തിപരമായിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം. ഓരോരുത്തർക്ക് ജന്മനാ ലഭിക്കുന്ന ചില കഴിവുകളുണ്ട്. ആ കഴിവുകളെയും കർത്താവ് ഉപയോഗിക്കും. ആ ജന്മനാ ലഭിക്കുന്ന കഴിവുകളിൽ പാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ മേൽ അവർക്ക് ബൈ ബർത്ത് തന്നെ ചില പ്രത്യേകതകൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്.
ഒരു പാസ്റ്ററാകുക, ഒരു ചേർച്ചിൻ്റെ പാസ്റ്ററാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അത് ഭയങ്കരമാകുന്ന ഒരു ഉത്തരവാദിത്വമാണ്. അനേകരെ ഒരുമിപ്പിച്ച് നിർത്തുവാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക വിസ്റ്റം അവർക്ക് ഇൻബിൽറ്റായിട്ട് ബൈ ബർത്ത് തന്നെ കർത്താവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സമയത്ത് ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലായി, എനിക്ക് അതിനുള്ള കോളിംഗ് ഇല്ല. ഇൻബിൽറ്റായിട്ട് എനിക്കതിനുള്ള ഒരു നേച്ചറില്ല. ഞാൻ പൊതുവിൽ അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. എനിക്കിങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കുതിർന്നിരിക്കണം. പാസ്റ്റേഴ്സിനെ ശ്രദ്ധിച്ചാൽ പാസ്റ്റേഴ്സ് ഒത്തിരി സംസാരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ആ ദൗത്യത്തിൽ വിജയികളായി തീരാൻ കഴിയത്തുള്ളൂ. കാരണം ഇപ്പുറത്ത് ഒരു വിശ്വാസി വരുന്നു, അദ്ദേഹത്തോട് സംസാരിക്കണം, കുടുംബകാര്യം ചോദിക്കണം, എങ്ങനെയുണ്ട് മോടെ കാര്യം, വിദ്യാഭ്യാസം എല്ലാം ശരിയായിട്ട് നടക്കുന്നുള്ളൂ. അപ്പോൾ അപ്പുറത്ത് വേറൊരു ഫാമിലി വരുന്നു, അവരോട് ചോദിക്കണം നിങ്ങളുടെ കാര്യം എന്താ. അപ്പോൾ അവർ പറയും പാസ്റ്ററുടെ സഹായം എനിക്ക് ആവശ്യമാണ്, ഞങ്ങളെ ഇന്ന കാര്യങ്ങളിൽ സഹായിക്കും. ഇപ്പുറത്ത് വേറൊരു ഫാമിലി വരുന്നു. അത് 24 hours സംസാരിക്കാൻ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ പാസ്റ്റർമാരുടെ ശുശ്രൂഷ വിജയകരമായി തീരുകയുള്ളൂ. എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ പരിമിതപ്പെടുത്തുക എന്നതാണ് എൻ്റെ മുൻകാലങ്ങളിൽ. ഇന്ന് എനിക്കത് കുറേ കൂടെ മാറ്റം വന്നിട്ടുണ്ട്. ദൗത്യങ്ങൾക്ക് കുറച്ച് വിശാലത വന്നതുകൊണ്ട്. എന്നാൽ ആരംഭ നാളുകളിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരാളിനോട് സംസാരിക്കുവാൻ അങ്ങനെ താല്പര്യമില്ല. എഴുന്നേറ്റ് ദൈവവചനം ശുശ്രൂഷിക്കുക, അതിനു മുന്നമേ പരമാവധി സമയം ദൈവ സാന്നിധ്യത്തിലിരിക്കുക, ആളുകളെ കാണുക, അവരുമായിട്ട് ഒത്തിരി സംസാരിക്കുക, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക. ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാനത് മനസ്സിലാക്കി, എൻ്റെ പ്രകൃതം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു പാസ്റ്റർ കോളിംഗ് ഇല്ല. ഞാൻ വെറുതെ പാസ്റ്ററാകാൻ വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല. എൻ്റെ സമകാലീനന്മാരാകുന്ന പലരും എന്നോടൊപ്പം ശുശ്രൂഷയിൽ ഇറങ്ങിയവർ, അവർ കുറേ കാലം ഒരു സുവിശേഷകൻ്റെ ദൗത്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളുടേതായിട്ടൊന്നുമില്ലല്ലോ, എനിക്കൊരു സഭയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിളിയില്ലാത്ത പലരും പാസ്റ്റർമാരായി. ഇന്ന് സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണത്. അനേകർ അവർക്ക് അവരുടെ കോളിങ്ങിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരെ എന്തിനു വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്, അവരുടെ കോളിങ്ങിനെ തിരിച്ചറിയുകയും ആ കോളിങ്ങിൽ നിൽക്കുകയും ചെയ്യുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രഹസ്യം. ശുശ്രൂഷ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, നമുക്ക് തന്നെ ചില കാര്യങ്ങളില്ല എന്ന് കരുതി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു വലിയ ഡിസാസ്റ്ററായി തീരാൻ, പരാജയം മാത്രമല്ല ചിലപ്പോൾ ഒരു വലിയ ദുരന്തമായി തീരാൻ സാധ്യതയുണ്ട്. എന്നെ വിളിച്ചിട്ടില്ലാത്തൊരു കാര്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പിന്തുണ ലഭിക്കുകയില്ല. അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കൃപയാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി, എനിക്ക് പാസ്റ്ററൽ കോളിംഗ് ഇല്ല എന്ന് മനസ്സിലായി. പിന്നീട് ഈ പറഞ്ഞതുപോലെ എനിക്ക് പല ദൈവദാസന്മാരുടെയും യൗവനക്കാരാകുന്ന ദൈവദാസന്മാരുടെയും മെന്ററാകുവാനുള്ള ഒരവസരം കർത്താവ് എനിക്ക് നൽകി തരികയും ചെയ്തു. തിരുവചനം പറയുന്ന പോലെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നമ്മളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഒക്കെ തിരിച്ചറിഞ്ഞാൽ ഈ കാലയളവിൽ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നമുക്ക് ധൈര്യമായി കർത്താവ് പറയുന്ന ട്രാക്കിൽ നമുക്ക് നടക്കാൻ പറ്റും. ഇത്ര ബ്ലെസ്സിങ് അല്ലേ. കർത്താവിൻ്റെ അഭിഷേകത്തിനെ കുറിച്ച് മോശമായി പറയുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ഞാൻ കേട്ടേക്കുന്നത് നല്ലത് പറയുന്ന ഒത്തിരി ശുശ്രൂഷകന്മാർ. കേരളത്തിൽ ഇന്ന് പ്രയോജനപ്പെടുന്ന അനേക ആത്മാക്കളെ നേടിയ ഒരു സഭയുടെ ശുശ്രൂഷകൻ പറഞ്ഞ ഒരു വാക്ക് എനിക്കറിയാം. കർത്താവിൻ്റെ അഭിഷിക്തന്മാർ പലരെയും ആ സഭയിൽ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് വേണ്ടത്ര പ്രയോജനമില്ലാതിരിക്കുമ്പോൾ പാസ്റ്റർ ഫിന്നി സ്റ്റീഫനെ സഭ ഏൽപ്പിച്ചിട്ട് പോയാൽ പിന്നെ ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല, ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് രാജ്യത്ത് വേണേലും പോകാം, തിരിച്ചു വരുമ്പോൾ ആളുകളിൽ ഒരെണ്ണം പോലും കുറയത്തില്ല. അതുപോലെ ഞങ്ങൾ കേട്ടേക്കുന്ന ഒരു കാര്യമാണ്, ആൾക്കാരുടെ എല്ലാം ശുശ്രൂഷ താല്പര്യം വർദ്ധിക്കുകയും അവർ ഉത്സാഹികളായി തീരുകയും ഒരു തലമുറ ആ കാലഘട്ടങ്ങളിൽ എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് ഞാൻ കേൾക്കുവാനിടയായി. കർത്താവിൻ്റെ അഭിഷിക്തനെ അവസരം കിട്ടുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരുത്തനെ ചവിട്ടിയാലേ വേറൊരാൾക്ക് വളരാൻ പറ്റത്തുള്ളൂ, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ഇത്രയേറെ അവസരം കിട്ടിയിട്ടും കർത്താവിൻ്റെ ദാസനെ എങ്ങനെ ഇതിനേക്കാൾ ഉപരി എന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെയാണ്, അതുകൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോഴും ഈ വിശ്വസ്തത എനിക്ക് സൂക്ഷിക്കണമെന്നുള്ള ബോധ്യം എങ്ങനെ കർത്താവിൻ്റെ ദാസനുണ്ടായത്?
ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൽ നിന്നാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൽ ശരീരം എന്നുള്ള വെളിപ്പാട് തന്നെ വരുമ്പോൾ ശരീരത്തിന് വ്യത്യസ്തമാകുന്ന അവയവങ്ങളുണ്ട്. ആ അവയവങ്ങളുടെ റോൾ ചെയ്താൽ മാത്രം മതി. കണ്ണ് കൈയാകാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല, കാല് വയറാകാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. കാല് ചെയ്യേണ്ട ജോലി കാല് ചെയ്യുക, കണ്ണ് ചെയ്യേണ്ട ജോലി കണ്ണ് ചെയ്യുക എന്നുള്ള ഒരു ബോധ്യവും വെളിപ്പാടും എനിക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവരാജ്യ സംബന്ധമായിട്ട് ലഭിക്കുകയുണ്ടായി. അതിനാൽ എനിക്ക് മനസ്സിലായി എൻ്റെ ദൗത്യം, എന്നെ കർത്താവ് എവിടെയാണ് ആക്കിയിരിക്കുന്നത്, പ്ലേസ് ഓഫ് മൈ മിനിസ്ട്രി എവിടെയാണ് ആക്കിയിരിക്കുന്നത് എന്നെനിക്ക് ബോധ്യമായി. ആ പ്ലേസിൽ നിന്നാൽ മതി, വേറൊന്നും ആകുവാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. ദേവദാസന്മാരിപ്പോൾ ഒരു യാത്ര ചെയ്യുന്നു, ആ ചേർച്ചിലില്ല, അപ്പോൾ എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. പാസ്റ്റർ ഫിനി വരണം, ഒരു 2-3 ഞായറാഴ്ച ഞങ്ങളുടെ ചേർച്ചിലെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വത്തിൽ സ്വകാര്യ താല്പര്യങ്ങൾ കലർത്തുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഏതെങ്കിലും വ്യക്തികൾ വന്നിട്ട്, ആ ചർച്ചിലെ ഒരു പ്രധാനപ്പെട്ട ആൾ വന്നിട്ട് എന്നോട് പറയുക, ഓ ഞങ്ങളുടെ പാസ്റ്ററെക്കാട്ടിലും ഫിന്നി പാസ്റ്ററുടെ ശുശ്രൂഷ മെച്ചമായിരിക്കുന്നു, പാസ്റ്ററെ നമ്പർ ഒന്ന് തന്നേ, ഞങ്ങളൊന്ന് അടുത്ത് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ താല്പര്യം എനിക്ക് മനസ്സിലാവും, ഇൻറ്റൻഷൻ മനസ്സിലാവും. അങ്ങനെയുള്ളവരുമായിട്ട് ഞാനൊരു ബന്ധം സ്ഥാപിക്കുകയോ അവരുടെ ഫോൺ കോളിൽ മറുപടി പറയുവാനോ അവരുമായിട്ടൊരു അടുത്ത ബന്ധം സ്ഥാപിച്ച് എന്തെങ്കിലും ഒരു കുഴപ്പം സൃഷ്ടിക്കുവാൻ വേണ്ടി എൻ്റെ ഈ 32 വർഷത്തെ ശുശ്രൂഷയിൽ ഞാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ലഭിച്ച ബന്ധങ്ങളെല്ലാം കർത്താവിനാൽ ലഭ്യമായ സകല ബന്ധങ്ങളും ഇന്നും അതേപോലെ സ്നേഹബന്ധങ്ങളായി തുടരുന്നു. കേരളത്തിലൊരു തലമുറയ്ക്ക് കർത്താവിൻ്റെ അഭിഷിക്തൻ മെഗാ ചർച്ചുകളുടെ പാസ്റ്റേഴ്സിനെയും കെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ചെറിയ ചർച്ചുകളുടെ ശുശ്രൂഷകന്മാരെയും കെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവിടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? അല്ല, അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും വരുന്നില്ല. ശുശ്രൂഷയുടെ ഒരു ഭാഗമെന്നുള്ളതേ ഉള്ളൂ. പ്രധാനപ്പെട്ട എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തോടുകൂടെ തന്നെ എനിക്ക് അടുത്ത് ബന്ധമുള്ള ചില ദേവദാസന്മാരുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. അവരുടെ ശുശ്രൂഷയിലുള്ള സംഘർഷങ്ങൾ എന്നോട് പങ്കുവയ്ക്കുന്നു. ഒരു മെൻറ്ററിങ് ദൗത്യം, അവരെ സഹായിക്കുന്ന, അവരെ ശുശ്രൂഷയിൽ പിന്തുണയ്ക്കുന്ന ഒരു ദൗത്യം. ആ ദൗത്യം വളരെ ആയാസരഹിതമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ നടപ്പിലാക്കുവാൻ കഴിയും. എപ്പോഴും അവരെ സഹായിക്കേണ്ടതായിട്ട് വരില്ല. അവരുടെ ഒരു ക്രൈസിസ് സമയത്തായിരിക്കും, ഒരു പ്രതിസന്ധിയെ നേരിടുന്ന സന്ദർഭത്തിലായിരിക്കും കൂടുതലും അവർ ഉപദേശങ്ങൾ തേടുന്നത്. അതോടൊന്നിച്ച് അപ്പോൾ അങ്ങനെ വരുന്നുള്ള വലിയ ചർച്ചകളുടെ പാസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു മെൻറ്ററിങ് ദൗത്യവും ഇതുപോലെ പാസ്റ്റർ ജോഷിയെ പോലെയുള്ളവരുമായിട്ടുള്ള ഒരു മെൻറ്ററിങ് ദൗത്യവും നമുക്ക് ആയാസരഹിതമായിട്ട് ചെയ്യുവാൻ കഴിയും. കർത്താവിൻ്റെ ദാസനെ, ഞങ്ങളെപ്പോലുള്ള ശുശ്രൂഷകന്മാർക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നത്. ചില സമയത്ത് ചില പ്രഷറുകൾ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. എത്ര വലിയ തകർക്കുന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ ദാസന് ഇതുപോലെ സൈലൻ്റായിട്ടിരിക്കാൻ, എത്ര പ്രഷർ ഉണ്ടെങ്കിലും അതിനകത്ത് പ്രതികരിക്കാതിരിക്കാൻ കാണിക്കുന്ന ഈ മനസ്സ്, ഇത് ഞങ്ങളെ എപ്പോഴും ഉത്സാഹിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. പക്ഷെ എങ്ങനെ അതിനകത്ത് നിൽക്കാൻ പറ്റും? ഞാൻ ആന്തരിക സൗഖ്യം എന്ന ഒരു വിഷയം പഠിപ്പിക്കാൻ തുടങ്ങിയത് എൻ്റെ ജീവിതത്തിൽ ഈ മേഖലയിൽ ഒരുപാട് മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നേരിടുവാൻ വേണ്ടി ദൈവാത്മാവിനെ പ്രാപ്തനാക്കുവാൻ സഹായിച്ച ഒരു കാര്യമാണ്. ആന്തരിക സൗഖ്യം ഞാൻ പഠിപ്പിക്കുവാൻ തുടങ്ങുന്നതിൻ്റെ പിന്നിലെ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാഭിഷേകത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ആലോചനകളോടുകൂടിയാണ് ഞാൻ ശുശ്രൂഷയിൽ പ്രവേശിച്ചതെങ്കിലും പിന്നീട് ഞാൻ മനസ്സിലാക്കി, എനിക്ക് ഡിപ്രഷൻ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടും എൻ്റെ ഡിപ്രഷൻ പോയില്ലല്ലോ. എൻ്റെ പ്രാണനിലുള്ള കുഴപ്പങ്ങളെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരാൻ തുടങ്ങി. പ്രാണനിലുള്ള കുഴപ്പങ്ങളെ പരിശുദ്ധാത്മാവിനെ കാണിച്ചു തരുവാൻ തുടങ്ങിയപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കും, അതിനുവേണ്ടി ഒരു അന്വേഷണം നടത്തി. പരിശുദ്ധാത്മാവ്, നല്ല പരിശുദ്ധാത്മാവ് പലതുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യും. നമുക്ക് ഈ ഭൂമിയിലായിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കർത്താവ് ആഴമേറിയ അനുഭവങ്ങൾ നൽകി തരുമ്പോൾ വ്യക്തികളുമായിട്ടും കർത്താവ് നമ്മളെ കണക്ട് ചെയ്യും. അതോടൊന്നിച്ച് ചില ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയുമായിട്ട് കണക്ട് ചെയ്യും. അവരെഴുതിയ പുസ്തകങ്ങളുമായിട്ട് കർത്താവ് നമ്മളെ ബന്ധിപ്പിക്കും. അങ്ങനെയാണ് ഞാൻ ഡിവൈൻ പ്ലം ലൈൻ എന്നുള്ള ഒരു പുസ്തകം വായിക്കുന്നത്. ബോബ് തോംസൺ എഴുതിയ ഡിവൈൻ പ്ലം ലൈൻ
അദ്ദേഹം ന്യൂസിലാൻഡുകാരനാകുന്ന ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം പിന്നീട് പിൽക്കാലത്ത് വൈവാമിൻ്റെ ബേസിലെ ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിൻ്റെ ചുമതല അദ്ദേഹം ഏറ്റെടുക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി. ആ പഠനങ്ങളിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ഡിവൈൻ പ്ലം ലൈൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം. ഈ പുസ്തകം എനിക്ക് ലഭിച്ചു. ഈ പുസ്തകം ലഭിച്ചു. അദ്ദേഹം പ്രസംഗിച്ച കസറ്റ്സും ലഭിച്ചു. അന്ന് കസറ്റ്സ് ആയിരുന്നു. ആ കസറ്റ്സും ലഭിച്ചു. ഇത് ഞാൻ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. ഇത് പഠിക്കാൻ തുടങ്ങിയതോടുകൂടെ ഡെറക് പ്രിൻസിൻ്റെ പുസ്തകങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. ആ പുസ്തകങ്ങൾ പഠിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ ഫെയ്ത്ത് പഠിപ്പിക്കുന്ന പാസ്റ്റർ കെനത്ത് ഹെഗിൻ്റെ പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടാൻ തുടങ്ങി. അത് ഞാൻ വായിക്കാൻ തുടങ്ങി. ഡിവൈൻ പ്ലം ലൈനാണ് എന്നെ ആന്തരിക സൗഖ്യത്തിലേക്ക് എൻ്റെ കണ്ണുകളെ തുറക്കുന്നത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അന്ന് നമുക്ക് യൂട്യൂബോ ഇന്നത്തെ ആധുനിക മീഡിയയോ ഒന്നുമില്ല. ഇത് മുഖാന്തരം, ഈ ആന്തരിക സൗഖ്യം മുഖാന്തരം എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് രൂപാന്തരീകരണം നടക്കുന്നുണ്ട്. ആ രൂപാന്തരീകരണം നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പഠിച്ച പോളിസിയിൽ അന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, എന്നെ ഒരാൾ കഴുത എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആളിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. എന്നെ ഒരാൾ കഴുത എന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ അതിന് തിരിച്ച് അദ്ദേഹത്തെ ആന എന്ന് വിളിക്കേണ്ട കാര്യമില്ല. നീ ഡബിൾ കഴുതയാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം എന്നെ കഴുത എന്ന് വിളിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ കഴുത അല്ല, ഞാൻ ആരാകുന്നു എന്ന് എനിക്കറിയാം. എന്നെ ആരുടെയും മുൻപിൽ തെളിയിക്കേണ്ട കാര്യമില്ല. ആ കഴുത എന്ന് വിളിച്ച വ്യക്തി, ആ വ്യക്തിക്ക് അവിടെ എന്നെ അറിയുവാൻ കഴിഞ്ഞില്ല എന്നതാണ് അതിനകത്തെ കാര്യം. അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയെ സമീപിക്കുന്നത് ഇങ്ങനെയാണ്: ആ വ്യക്തിയോട് ക്ഷമിക്കുക. എന്നെ കഴുത എന്ന് വിളിച്ച വ്യക്തിയോട് ക്ഷമിക്കുക, ആ വ്യക്തിയെ അനുഗ്രഹിക്കുക. ഇതാണ് ഒരു സമീപനം. ഇപ്പം സ്വീകരിക്കുന്ന അനേകം മനസ്സുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളിലെ അനേകം ഉപകരണങ്ങൾ, ഒരു ഉപകരണത്തിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്കെതിരെ വന്ന ആക്രമണങ്ങൾ, മാധ്യമ ആക്രമണങ്ങൾ, ഒരാക്രമണങ്ങളോടും എനിക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. തെളിവ് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ആരാകുന്നു എന്ന് എനിക്ക് പാസ്റ്റർ ജോഷുവയുടെ മുന്നിൽ തെളിവ് തരേണ്ട കാര്യമില്ല. ഒരു കാര്യമില്ല. അങ്ങനെ തെളിയിക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ നിയമപരമായി വെളിപ്പെടുകയോ ഔദ്യോഗികമായി ഞാൻ എന്നെ തന്നെ തെളിയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അങ്ങനെ എന്നെ തന്നെ വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യം വല്ലതും അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ മാത്രം മതി. അതല്ലാതെ ഇപ്പോൾ ജോഷു എന്നെ കഴുത എന്ന് വിളിച്ചതിന് ഞാൻ കഴുതയല്ല, ഞാൻ മനുഷ്യനാണ് എന്ന് തെളിയിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം എനിക്കറിയാം ഞാൻ മനുഷ്യനാണെന്നുള്ളത്, ഞാൻ കഴുതയല്ല എന്നുള്ളത്. അതിനാലാണ് മാധ്യമങ്ങളിൽ വന്ന അതേപോലെ വന്ന ആക്രമണങ്ങളെ ഒന്നും ഞാൻ വലുതായിട്ട് കാണുകയോ എനിക്കെതിരെ വന്ന ആക്രമണങ്ങളൊന്നും വാച്ച് ചെയ്യുകയോ ഞാൻ ചെയ്തിട്ടില്ല. കർത്താവ് എനിക്ക് വലിയ സ്വസ്ഥത തന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ ആളുകൾ എന്നെ തിരസ്കരിക്കുകയും എനിക്ക് അവസരങ്ങൾ നൽകാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അവർ ക്ഷമിക്കുവാനും പൊറുക്കുവാനും ആ സംഭവങ്ങളെ മറക്കുവാനുമുള്ള ഒരു പ്രാപ്തി ലഭിച്ചതുകൊണ്ട് ഏറ്റവും പ്രഷർ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തെ, ഭയങ്കര പ്രഷർ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തെ സമചിത്തതയോടും സമാധാനത്തോടും നേരിടുവാനുള്ള ഒരു പ്രാപ്തി എനിക്ക് ഇപ്പോൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. എനിക്കറിയില്ല ഇനിയും ഇതുവരെയും താങ്ങിയ പ്രഷറുകളെക്കാട്ടിലും വലിയ പ്രഷറുകൾ വരുന്നുണ്ടേ എന്തായിരിക്കും എൻ്റെ പ്രതികരണം എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതുവരെയുള്ള അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ സമാധാനത്തോടുകൂടെ നേരിടുവാൻ ആന്തരിക സൗഖ്യം എന്ന ആലോചനകൾ എന്നെ സഹായിച്ചു. അതെന്നിൽ ചില പരിവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു. കർത്താവദാസനെ, ഇപ്പം ഈ പറഞ്ഞ ഓരോ പ്രഷർ കഴിയുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിനകത്ത് ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ, ആ സാഹചര്യം വന്നു കഴിയുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെ നാം ഒരു ലോങ് വെയിറ്റിംഗ് പീരീഡിനകത്ത് കടന്നു പോകും. ആ വെയിറ്റിംഗ് പീരീഡിൽ നമ്മളെ ഈ കാണേണ്ടവർ പോലും കാണാതിരിക്കുകയും, യോസഫൊക്കെ പറയുന്നത് പോലെ ഓർക്കേണ്ട പലരും മറന്നു പോകുന്ന സാഹചര്യത്തിലും, പക്ഷേ ഈ പീരീഡ്, വെയിറ്റിംഗ് പീരീഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഇന്ന് എന്നെ കേൾക്കുന്ന ഒത്തിരി ശുശ്രൂഷകന്മാർ കാണും. ആ ശുശ്രൂഷകന്മാരോട് ഇതിനകത്ത് എങ്ങനെ ഈ വെയിറ്റിംഗ് പീരീഡിനെ ഹാൻഡിൽ ചെയ്യാമെന്ന് ഷെയർ ചെയ്യാമോ? പ്രാർത്ഥന, തീവ്രമാകുന്ന പ്രാർത്ഥനാ ജീവിതത്തെ, ആഴമേറിയ പ്രാർത്ഥനാ ജീവിതത്തെ വളർത്തിയെടുക്കണം. കാത്തിരിപ്പുകളെല്ലാം ദൈവത്തിൽ നിന്നുള്ള കാത്തിരിപ്പുകളാകുന്നു എങ്കിൽ കാത്തിരിപ്പുകളെല്ലാം പരിവർത്തനത്തിന് വേണ്ടിയാണ്, രൂപാന്തരീകരണത്തിന് വേണ്ടിയാണ്. ആ രൂപാന്തരീകരണം സംഭവിക്കുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള
ഇൻറ്റിമസിയിലൂടെയാണ്, അടുപ്പത്തിലൂടെയാണ്. ആ അടുപ്പം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ കയറണം. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് കാതലായ മാറ്റം ഉണ്ടായി. നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കും. നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുമ്പോഴാണ് ആരോടെങ്കിലും ക്ഷമിക്കാറുണ്ടെങ്കിൽ ക്ഷമയെ നടപ്പിലാക്കുന്നത് പ്രാർത്ഥനയിലാണ്. അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ, വ്യക്തിപരമാകുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കുവാൻ തുടങ്ങുകയാണ്. ആ കാത്തിരിപ്പ് സമയം അതുകൊണ്ട് നഷ്ടമാകുന്നില്ല. അത് കാത്തിരിപ്പ് സമയം എന്ന് പറയുന്നത് ഒരുക്ക സമയമായി മാറുകയാണ്. ഇവിടെ വെയിറ്റിങ്ങുമുണ്ട്, ഡിലേയുമുണ്ട്. പിശാച് കൊണ്ടിരുന്ന ഡിലേ ആണെന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യണം. യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ചെയ്യണം. അതെ, നിങ്ങളുടെ ലൈഫിലും അത് സംഭവിക്കട്ടെ, ഡിലേസുകൾ ബ്രേക്ക് ആകട്ടെ. ഇനി പരിശുദ്ധാത്മാവ് കൊണ്ടിരുന്ന കാത്തിരിപ്പാണ്. ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയണം. ഇത് രണ്ടും നമുക്ക് അഭിഷേകമുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും. പരിശുദ്ധാത്മാവുള്ളവർക്ക് അറിയാം ഡിലേ ഏതാണ്, വെയിറ്റിംഗ് ഏതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, വെയിറ്റിംഗ് എനിക്ക് മനസ്സിലായി, ഡിലേ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് വിസിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മളെ അറിയുന്നില്ല ആളുകൾ, നമ്മളെ വിളിച്ചവർ പോലും നമ്മളെ മറന്നു പോവുകയാണ്. അത് ദൈവത്താൽ സംഭവിക്കുന്ന വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന ഒരു പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കരുത്, എടുത്തുചാട്ടത്തിന് തയ്യാറാകരുത്. തടസ്സങ്ങൾ രണ്ട് നിലയിൽ വരും. തടസ്സങ്ങൾ ഒന്ന്, ദൈവം തന്നെ നമ്മളെ തടസ്സപ്പെടുത്തും. പൗലോസ് എഫെസോസിലേക്ക് പോകുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ആസിയിൽ വചനം പ്രസംഗിക്കരുത്. അതെ, അവിടെ കർത്താവ് തന്നെ വാതിലടയ്ക്കുകയാണ്. കർത്താവ് തന്നെ വാതിലടയ്ക്കുന്ന സന്ദർഭത്തിൽ ഓർത്തോണം, കർത്താവാണ് വാതിൽ അടച്ചതെങ്കിൽ ആ വാതിൽ ഇടിച്ചു പൊളിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകത്തേ ഉള്ളൂ. പകരം അപ്പോൾ മനസ്സിലാക്കണം, ഇത് കർത്താവ് അടച്ച വാതിലാണല്ലോ. മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ മുൻപിൽ ഒരു വാതിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് അടച്ചതാണെങ്കിൽ അത് കർത്താവ് അടച്ചതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് ഒരു വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓർത്തോണം, വേറൊരു വാതിൽ കർത്താവ് തുറന്നിട്ടുണ്ട്. ഒരു വാതിൽ തുറക്കാതെ കർത്താവ് ഒരു വാതിൽ അടയ്ക്കത്തില്ല. ആ വാതിൽ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇനി മറ്റൊരു കാര്യമുണ്ട്. തിമോത്തിയോസിനെ പൗലോസ് തെസ്സലോനിക്കയിലേക്ക് അയക്കുമ്പോൾ, ഒന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പിശാച് 2 വട്ടം ഞങ്ങളെ തടഞ്ഞെന്നാണ് അവിടെ പൗലോസ് പറയുന്നത്. അവിടെ പിശാച് കൊണ്ടുവരുന്ന തടസ്സമുണ്ട്. പിശാചാണ് വാതിൽ അടച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ യേശുവിൻ നാമത്തിൽ പൊളിക്കണം. അപ്പോൾ വിസിബിലിറ്റി ഉണ്ട്. നമ്മളെ ചിലർ അറിയണം. നമ്മളെ അറിയുവാൻ വേണ്ടി നമ്മളായിട്ട് ഒന്നും ചെയ്യരുത്. നമ്മളെക്കുറിച്ച്, നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് ചിലയിടങ്ങളിൽ അറിവ് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ വിസിബിലിറ്റി പിശാച് തടഞ്ഞിരിക്കുകയാണ്. നമ്മളെ പിശാച് മറച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യണം. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചിരിക്കും. അവിടെ വിസിബിലിറ്റി ഉണ്ടാകും. അവിടെ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കഴിയും. ആ നിലയിൽ കർത്താവ് നല്ല ഫലങ്ങളെ, ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് നല്ല ഫലങ്ങളെ, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായിരിക്കുന്നവർക്കും കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ നല്ല ഫലങ്ങളെ സ്വീകരിക്കുവാൻ കഴിയും. ദേവാസനെ, ഒത്തിരി ശുശ്രൂഷകന്മാർ തകർന്നിരിക്കുമ്പോൾ അവരെ തള്ളിക്കളയാതെ, അവരെ ഡിസ്ട്രക്ഷനിലേക്ക് തള്ളിവിടാതെ അവരെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു സ്പിരിച്വൽ വിസ്ഡം എങ്ങനെയാണ് ദേവാസൻ ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയത്? സ്വന്തം അനുഭവത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത് എങ്കിൽ എനിക്ക് വന്നിരിക്കുന്ന കുഴപ്പങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്നെ പിരിച്ചുവിടുമായിരുന്നു. എന്നാൽ കർത്താവ് നമ്മളെ അങ്ങനെ പിരിച്ചു വിടത്തില്ല. കർത്താവ് നമ്മളെ പണിയാൻ തയ്യാറാണ്. ഈ ശിഷ്യന്മാരെ വിളിച്ച സന്ദർഭത്തിൽ തന്നെ കർത്താവ് പറയുന്നതാണ്, പത്രോസിനെയും അന്ത്രയോസിനെയും ഒക്കെ വിളിക്കുമ്പോൾ, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കുമെന്നാണ്. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ എന്നാണ്. മേക്കിംഗ് പ്രോസസ്സാണ്. ഇപ്പോൾ പത്രോസ് എടുത്തുചാട്ടക്കാരനായിരുന്നു. അപ്പോൾ തന്നെ കർത്താവ് പിരിച്ചു വിട്ടിരുന്നെങ്കിലോ? ഈ പത്രോസ് യേശുവിൻ്റെ അരികിൽ വരുന്ന സന്ദർഭത്തിൽ പത്രോസിനെ ആദ്യം കൊണ്ടിരുന്നത് അന്ത്രയോസാണ് കൊണ്ടിരുന്നത്. അന്ത്രയോസ് കൊണ്ടിരുന്ന സന്ദർഭത്തിൽ പത്രോസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ യേശു പറഞ്ഞു, നിന്റെ പേര് ശിമോൻ, നീ നീ സീഫസ് ആയിത്തീരും. അപ്പോൾ കർത്താവ് പറയുന്നത്, ശിമോൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഷേക്കബിൾ. ഇയാൾക്ക് സ്ഥിരതയുള്ള മനുഷ്യനല്ല, ഇവൻ അസ്ഥിരനാകുന്നൊരു മനുഷ്യനാണ്. പാസ്റ്റർ ജോഷുവ ഒരു കമ്പനിയിൽ എന്താണ് പറയുന്നത്, നമ്മളതിനെ ഉണ്ടാക്കുന്ന ഒരു ഉണ്ടല്ലോ ജോലിക്ക് വേണ്ടി CV, ഒരു CV ഉണ്ടാക്കുമ്പോൾ ആ CV-യിൽ നിങ്ങൾ എഴുതുകയാണ്, എൻ്റെ നേച്ചർ ഐ ആം ഷേക്കബിൾ എന്ന് നേച്ചർ എഴുതി കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ജോലി ലഭിക്കുമോ? ഇല്ല, ഒരിക്കലും ലഭിക്കത്തില്ല. ഇവിടെ യേശുവിൻ്റെ അരികിൽ വരുന്നുണ്ട്. യേശുവാണ് ഇതിന് മുഴുവൻ ചുമതലയുള്ള, ഇന്നത്തെ ഭാഷ പറയുകയാണെങ്കിൽ CEO എന്ന് വേണമെങ്കിൽ പറയാം. യേശു ഇതിൻ്റെ മുഴുവൻ ചുമതലയുള്ള, ഇതിൻ്റെ മേലുള്ള സുപ്രീം അതോറിറ്റി ജീസസ് ക്രൈസ്റ്റ് ആണ്. ആ സുപ്രീം അതോറിറ്റി തന്നെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു വ്യക്തിയെ കാണുന്ന സന്ദർഭത്തിൽ ആ വ്യക്തിയെ നോക്കുന്നുണ്ടെങ്കിൽ അയാൾ ഷെയ്ക്കബിൾ ആണെന്ന് കാണുമ്പോൾ കർത്താവ് പറയുന്നത്, ഓക്കെ, നീ ഷെയ്ക്കബിൾ ആണെന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്തും.
രൂപാന്തരപ്പെടുത്തി നിന്നെ ഞാൻ മേക്ക് ചെയ്തിട്ട് നിന്നെ ഞാൻ സീഫ്സ് ആക്കാൻ പോവുകയാണ്, നിന്നെ ഞാൻ കാഫെ ആക്കാൻ പോവുകയാണ്, നിന്നെ ഞാൻ ഒരു സ്റ്റോൺ ആക്കാൻ പോവുകയാണ്. Amen. എനിക്കിത് മനസ്സിലായി. എന്നെ കർത്താവ് ഇതുപോലെയാണ് രൂപാന്തരപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ എൻ്റെ അരികിൽ വരുന്ന ഒരു യൗവനക്കാരനാകുന്ന ശുശ്രൂഷകൻ കുഴപ്പക്കാരനാണ്, അവന് അല്പം തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ട് ഈ സമയത്തെന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ആത്മാവിൽ മനസ്സിലാകും ഇത് മാറും. ഹോളി സ്പിരിറ്റ് ലിവിനിൽ വർക്ക് ചെയ്യും, Amen. ഇവനെ രൂപാന്തരപ്പെടുത്തും എന്ന് എനിക്ക് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറവുകളെക്കുറിച്ച് ഞാൻ ആരോടും പറയും, എൻ്റെ വൈഫിനോട് പോലും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞാൽ അത് ഞാൻ ആരോടും ഞാൻ പറയത്തില്ല. ഞാൻ പരിശുദ്ധാത്മാവിനോട്, പരിശുദ്ധാത്മാവേ അങ്ങാണ് ആ മകനെ വിളിച്ചിരിക്കുന്നത്. കോളിംഗ് ഉള്ളവരെ ആവശ്യമില്ലാതെ കയറി തുടരരുത്. Amen. തൊട്ടാൽ നീയും നിൻ്റെ ജനറേഷനും അതിൻ്റെ നെഗറ്റീവ് റിസൾട്ടുകൾ അനുഭവിക്കും. അതെ. അപ്പം ഈ വ്യക്തിക്ക് കോളിംഗ് ഉള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിൽ ചില കുഴപ്പങ്ങൾ വന്നിരിക്കുന്നുവെങ്കിൽ എനിക്ക് മനസ്സിലാകുന്ന പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയമെടുക്കും. അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യും, പിന്തുണയ്ക്കും, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. ആ വ്യക്തികൾക്കുണ്ടാകുന്ന എനിക്കുണ്ടായതുപോലെയുള്ള മാറ്റം തന്നെ ആ വ്യക്തികൾക്കുണ്ടാകുന്നത് കാണുവാൻ കഴിയുന്നു. അവർ ആ മാച്യൂരിറ്റിയിലേക്ക് വരുന്നു. നമ്മുടെ ഈ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ പല മേഖലകളിലും ഇമ്മച്യൂർ. ഇപ്പോൾ ഞാൻ 32 വർഷം കഴിഞ്ഞ് ഞാൻ പല മേഖലകളിലും ഇപ്പോഴും ഇമ്മച്യൂറാണ്. അപ്പോൾ ഈ മാച്യൂരിറ്റിയിലേക്ക് വരുന്നു. ഇതൊരു പ്രോസസ്സിംഗ് ആണ്. ഇതൊരു പ്രോസസ്സിംഗ് ആണ് പാസ്റ്റർ. ഇത് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ആ പ്രോസസ്സിങ്ങിന് നമ്മൾ ഒരുപാട് പേരുടെ സഹകരണം നമുക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും. അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നെ ബിട്രേ ചെയ്യുകയാണെങ്കിൽ, വിട്ടിട്ട് പോവുകയാണെങ്കിൽ, തള്ളിപ്പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിങ്ങിന് വീണ്ടും കേടുവരുത്തുകയാണ്. പകരം ആ പ്രോസസ്സിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ ചെറിയ പശകുകൾ വന്നിരിക്കുന്ന വ്യക്തിയുടെ കൂടെ നിന്ന് നമ്മൾ പോലും കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഹോളി സ്പിരിറ്റിനോട് പറഞ്ഞാൽ മതി. ഹോളി സ്പിരിറ്റ് ആ വ്യക്തിയെ ട്രാൻസ്ഫോം ചെയ്യും. ഈ കാര്യം എനിക്ക് എൻ്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നിന്ന് മനസ്സിലായതുകൊണ്ട് എന്നോട് സഹകരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ അവരിൽ എന്തെങ്കിലും സംഘർഷങ്ങൾ വന്നാലും ഒരിക്കലും ഞാൻ അവരെ തള്ളിപ്പറയുകയില്ല. അച്ഛാ, എങ്ങനെയാ ഈ ഉണർവ് എന്നുള്ള സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ മൈൻഡ് സെറ്റിൽ തന്നെ ഇന്നും അതിനുവേണ്ടി അതേ അച്ഛനെ ഞാൻ കണ്ടെടുത്തോളം ഉണർവ് എന്നുള്ള സബ്ജക്റ്റിനകത്ത് അച്ഛൻ സ്റ്റിക്ക് ഓൺ തന്നെയാണ്. ഉണർവിന് വേണ്ടി ഒരു തലമുറയെ ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉണർവിൽ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതുണ്ട്. ഉണർവിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഇതിനകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഓരോരുത്തരുടെ കോളിങ്ങുമായി ബന്ധപ്പെട്ട് അവരവർക്ക് ദൈവം കൊടുക്കുന്ന ആ കോളിങ്ങിനകത്ത് അവർ കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ അവർക്ക് ചില സന്ദേശങ്ങൾ കൊടുക്കും. എനിക്കൊരു 3 സന്ദേശമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് പരിശുദ്ധാത്മാവ്, റിവൈവൽ, ആന്തരിക സൗഖ്യം. ഈ 3 സന്ദേശങ്ങളാണ്. ഇതിൽ റിവൈവൽ എന്നുള്ള ആ പ്രധാനപ്പെട്ട സന്ദേശം അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും റിവൈവൽ പറഞ്ഞേ നോക്കുകയുള്ളൂ. കാരണം പരിശുദ്ധാത്മാവും റിവൈവലും തമ്മിൽ ബന്ധമുണ്ട്. പരിശുദ്ധാത്മാവ് വരുന്നിടത്തെല്ലാം റിവൈവലുണ്ട്. റിവൈവൽ ആ വ്യക്തിയിൽ ഉണ്ടാകും. പരിശുദ്ധാത്മാവ് വരികയാണെങ്കിൽ ആ സഭയിൽ റിവൈവൽ ഉണ്ടാകും. പരിശുദ്ധാത്മാവ് ഒരു ദേശത്ത് വരികയാണെങ്കിൽ ആ ദേശത്ത് റിവൈവൽ ഉണ്ടാകും. ഹോളി സ്പിരിറ്റ് വന്നാൽ റിവൈവലാണ്. അപ്പോൾ ഹോളി സ്പിരിറ്റിനെയും റിവൈവലിനെയും നമുക്ക് വേർപിരിക്കുവാൻ കഴിയത്തില്ല. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ റിവൈവൽ അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു ജനറേഷണൽ ഫാക്ടറുണ്ട്. കോളിംഗ് ഉണ്ട്. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ 3 പ്രധാനപ്പെട്ട സന്ദേശം ഈ തലമുറയിൽ ദൈവരാജ്യത്തിൽ പങ്കുവയ്ക്കുക എന്ന ഉത്തരവാദിത്വമാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 32 വർഷമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഉണർവിനെ കുറിച്ചും പ്രസംഗിക്കുന്നത് എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന സന്ദേശം അതാണ്. ആ സന്ദേശത്തിൽ നിന്ന് എനിക്ക് മാറാൻ കഴിയത്തില്ല. അതെൻ്റെ കോളിങ്ങിൻ്റെ ഭാഗമാണ്. ആ ഒരു രീതിയിലുള്ള ഒരു സെറ്റിങ്ങുമാണ് സംവിധാനത്തിൽ വന്നിരിക്കുന്നത്. ഒരു റിവൈവൽ മൂഡിലാണ് ഞാൻ എപ്പോഴുമായിരിക്കും. ഒരാളിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആളിനെ പെട്ടെന്നാണെങ്കിലും ഒന്ന് ഉണർത്തുക എന്നതാണ് അറിയാതെ സംഭവിക്കുന്നത്. ഒരു അന്തരീക്ഷത്തിൽ, ഒരു തണുത്തിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ ചൂട് പിടിപ്പിക്കുക എന്നതാണ് അറിയാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പെട്ടെന്ന് ആളുകൾ ഉത്സാഹികളായിട്ട് എന്തോ ദൈവത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ഒരു ആഗ്രഹം പെട്ടെന്ന് ചിലപ്പോൾ 2 ദിവസമേ നിൽക്കുകയുള്ളായിരിക്കും അവരുടെ ജീവിതത്തിൽ. അവർ പിന്നെയും പഴയതുപോലെ ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും ആ 2 ദിവസമെങ്കിലും ഇവരെ ഒന്ന് ഉണർത്താൻ കഴിയുന്ന നിലവാരത്തിലാണ് നമ്മുടെ ഒരു സംവിധാനത്തെ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പിന്നിലെ ചില ജനറേഷണൽ ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഗ്രാൻഡ് ഫാദർ അന്നത്തെ സഭയിലുണ്ടായിരുന്ന ഒരു രീതി അനുസരിച്ച് പ്രസംഗിച്ചതിന് ശേഷം കൈയടിക്കാൻ വേണ്ടി ആളുകൾ തയ്യാറായില്ല, തന്നെ ഡ്രം എടുത്തിട്ട് അടിക്കുമായിരുന്നു. ആരാധിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഗ്രാൻഡ് ഫാദർ. ഈ
ഞാൻ ഓറൽ റോബോട്ട്സിൻ്റെ മീറ്റിങ്ങിന് പോയ ഗ്രാൻഡ് ഫാദറിൻ്റെ അനുഭവം പറഞ്ഞു. അതെ. പിന്നെ എൻ്റെ ഫാദറും മാത്രം എനിക്ക് പേര് വന്നത് ഫിന്നി എന്നാണ്. ഫിന്നി എന്നുള്ള പേര്, ഫിന്നി നമ്മുടെ പേര് നമ്മുടെ നേച്ചറാണ്. ഫിന്നി എന്ന് പറഞ്ഞാൽ ആരാണ് ഫിന്നി? ഫിന്നി ചാൾസ് ഫിന്നി എന്ന് പറഞ്ഞാൽ ഒരു വലിയ റിവൈവലിസ്റ്റ് ആയിരുന്നു. ആ റിവൈവലിസ്റ്റിൻ്റെ പേരാണ് അത്ഭുതകരമായിട്ട് എനിക്ക് ലഭിച്ചത്. എനിക്ക് പേരിടാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മാതാപിതാക്കൾക്ക് ഇതൊന്നും അറിയത്തില്ല. അവർ നെൽസൺ എന്ന പേരിടാനാണ് അവരാഗ്രഹിച്ചത്. നെൽസൺ. സോ വത്സൻ, എൻ്റെ മൂത്ത ആളിൻ്റെ പേര് വത്സൻ, രണ്ടാമത്തെ ആൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് ജോൺസൺ, അപ്പോൾ മൂന്നാമത്തെ ആളുടെ പേര് ആ സൺ വരാൻ വേണ്ടി നെൽസൺ. അങ്ങനെ നെൽസൺ എന്ന പേരാണ് ഇടാൻ ആഗ്രഹിച്ചത്. പിന്നെ ഞാൻ ഓർക്കും, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൂടെ ഒരു നെൽസൺ ബസ് പോകുമായിരുന്നു, റാന്നി കായംകുളം നെൽസൺ ബസ്. എൻ്റെ കർത്താവേ, ഈ നെൽസൺ ബസ്സിൻ്റെ പേരായിരുന്നല്ലോ എനിക്ക് വരേണ്ടിയിരുന്നത്. എന്നാൽ എൻ്റെ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ, അന്ന് കുരുവിള എന്ന് പറയുന്നൊരു ദേവദാസനാണ് ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ. ആ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചുമ്മാ നെൽസൺ എന്നൊന്നും അല്ല ഇവൻ ഇടേണ്ടത്, ഇവനൊരു റിവൈവലിസ്റ്റ് ആയിത്തീരും, ഇവൻ്റെ പേര് ഫിന്നി എന്നായിരിക്കും. വാവ്. അദ്ദേഹത്തിന് ഫിന്നിയെ കുറിച്ച് അറിയാൻ, എൻ്റെ മാതാപിതാക്കൾക്ക് ചാൾസ് ഫിന്നിയെ കുറിച്ചൊന്നും അറിയത്തില്ല. അതെ. എന്നാൽ അദ്ദേഹത്തിന് ഫിന്നിയെ കുറിച്ച്, അന്നത്തെ കാലത്ത് ആ ദേവദാസന് ഫിന്നിയെ കുറിച്ച് അറിയാമായിരുന്നു. 1800-കളുടെ അവസാന ഭാഗത്ത് ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ചാൾസ് ഫിന്നിയെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നെൽസൺ എന്നൊന്നും അല്ല പേരിടേണ്ടത്, പിന്നെ ഫിന്നി എന്ന് പേരിടണം. ആ ഫിന്നി എന്ന് പേരിടുന്നത് തന്നെ അതൊരു കൈറോസ് മൊമെൻ്റ് ആണ്. അതൊരു ഡിവൈനായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനാണ്. നാച്ചുറലിലേക്ക് സൂപ്പർ നാച്ചുറൽ ഇറങ്ങി വന്നിട്ട് ഈ നെൽസൺ ആകേണ്ട കുട്ടിക്ക് അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് ഫിന്നി എന്ന പേരിടുകയാണ്. ഫിന്നി എന്ന് പറയുമ്പോഴത്തേക്ക് നേച്ചറായി. ഫിന്നി എന്ന് വെച്ചാൽ റിവൈവലിസ്റ്റ് ഫിന്നിയുടെ പേരാണ് വരുന്നത്. അപ്പോൾ നേച്ചറായി റിവൈവൽ. പേരിൽ തന്നെ, എൻ്റെ പേരിൽ തന്നെ റിവൈവലുണ്ട്. എൻ്റെ പേരിൽ തന്നെ റിവൈവലുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, എൻ്റെ ഫാദർ എപ്പോൾ പ്രാർത്ഥിച്ചാലും ഫാദർ ഇങ്ങനെ പ്രാർത്ഥിക്കും, അന്ത്യകാല ഉണർവിൽ കർത്താവെ ഫിന്നിയെ ഉപയോഗിക്കണമേ. എന്നും ഈ പ്രാർത്ഥന ഞാൻ ചെറുപ്പം മുതൽ കേൾക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഞാൻ വിചാരിക്കും, പപ്പായ്ക്ക് ഇതല്ലാതെ വേറൊന്നും പ്രാർത്ഥിക്കാനില്ല. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെയും ദീർഘകാല പ്രാർത്ഥന, റിവൈവലിന് വേണ്ടി ഈ മകനെ ഉപയോഗിക്കണമേ എന്ന്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഇപ്പോഴും ആ റിവൈവൽ സെറ്റിങ്ങിൽ തന്നെ തുടരുവാൻ കർത്താവ് എളിയന് അവസരം തന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച് കർത്താവിനെ. താങ്ക് യു. ഈ ആശയവിനിമയം വളരെ അനുഗ്രഹം. ഈ ഫേസ് ചർച്ച് മീഡിയക്കകത്തൂടെ കർത്താവിൻ്റെ ദാസനെ ഞങ്ങളുടെ അനേക ശുശ്രൂഷകന്മാർക്ക് ഇതൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. കർത്താവിൻ്റെ ദാസനെ ഈ മീഡിയയിലൂടെ, ഫേസ് ചർച്ച് മീഡിയയിലൂടെ നമ്മെ ശ്രദ്ധിക്കുന്ന ശുശ്രൂഷകരായിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വളരാൻ താല്പര്യമുള്ള ഒരു തലമുറയെ റിവൈവലിന് വേണ്ടി ഒരുക്കണേന്നും അവരോട് ഏതെങ്കിലും ഒരു വാക്കിൽ ഒരു ബ്ലെസ്സിങ് വേർഡ് പറയാമെങ്കിൽ ബ്ലെസ്സിങ് വേർഡും പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇതൊരു റിവൈവൽ സീസണാണ്, എൻഡ് ടൈം റിവൈവൽ. ലോകവ്യാപകമായി കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് മുന്നമേ നടക്കുന്ന ആ അന്ത്യകാല ഉണർവിൻ്റെ സമയമാണിത്. നഷ്ടമാക്കരുത്. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, മത്തായി 24:14 പറഞ്ഞിരിക്കുന്നത് പോലെ, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂലോകത്തിലെല്ലാം പ്രസംഗിക്കപ്പെടുവാൻ പോകുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടിയാണ് ഈ മാധ്യമത്തിൽ ഈ ഉണർവ്, മാധ്യമത്തിൽ നടക്കുന്ന ഈ റിവൈവൽ. ഇതൊരു മീഡിയ റിവൈവലാണ്. മീഡിയ റിവൈവൽ പോലും ഈ ദൈവത്തിൻ്റെ പദ്ധതിയെ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, നഷ്ടമാക്കരുത്. ഇത് നിങ്ങളുടെ കൈറോസ് ടൈം ആകുന്നു, ഇത് നിങ്ങളുടെ അപ്പോയിന്റഡ് ടൈം ആകുന്നു, നിങ്ങളുടെ ഓപ്പർച്യൂൺ ടൈം ആകുന്നു. ചില കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുവാൻ പോകുന്ന, പൂർത്തീകരിക്കുവാൻ പോകുന്ന സമയമാണ്. ഈ സമയം നഷ്ടമാക്കരുത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ ഉണർവോടുകൂടെ മുന്നേറുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുക. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രക്ഷേപണം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പാസ്റ്റർ ജോഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയ മിനിസ്ട്രിയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ, യേശുവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അത്യത്ഭുതകരമാകുന്ന ഒരു സ്പർശനമുണ്ടാകട്ടെ. ആത്മാവിന്റെ തീ അവരുടെ മേൽ ഒരു വലിയ റിവൈവൽ സംഭവിക്കട്ടെ. അവരുടെ മേൽ സ്വകാര്യ റിവൈവൽ സംഭവിക്കട്ടെ. അവരായിരിക്കുന്ന കുടുംബങ്ങളിൽ ഒരു റിവൈവൽ സംഭവിക്കട്ടെ. അവരായിരിക്കുന്ന ചർച്ചുകളിൽ ഒരു റിവൈവൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ഏറ്റെടുക്കട്ടെ. അഭിഷേകം കാര്യങ്ങൾ ഏറ്റെടുക്കട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഉണർവിൽ കാണുന്നതെല്ലാം ഇവരുടെ ജീവിതത്തിലൂടെ പുറപ്പെടുവാൻ തക്കവണ്ണമായിട്ട് കർത്താവ് ഈ തലമുറയിൽ ഈ പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കണമേ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Once again, thank you, കർത്താവിന്റെ ദാസനെ. Bless you in Jesus' name.
വിൽ സീ യു സൂൺ.